ഇൻകം ഇൻക്വാളിറ്റി. നമ്മൾ ഈ ഇക്വാളിറ്റി എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് എപ്പോഴും കേൾക്കുന്നുണ്ടല്ലേ. അപ്പൊ ഇൻകം ഇൻഇക്വാളിറ്റി നമ്മൾ ഇതിനു മുന്നേ എവിടെയാ പറഞ്ഞിരുന്നേ? ഏതൊരു കർവ് നമ്മൾ പറഞ്ഞില്ലായിരുന്നോ? ഏതായിരുന്നു? എങ്കൽ കർവ് അല്ലേ? അതെ, എങ്കൽ കർവാണെന്നാണ് ഒരു ഓർമ്മ. എന്തായാലും നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ ഇൻകം ഇൻഇക്വാളിറ്റി, ഇക്വാളിറ്റി നമ്മൾ പറഞ്ഞില്ല, അത് കണ്ടില്ലേ? ഒരു രാജ്യം, അവിടെ എല്ലാവരും പൂർ ആണെന്നുണ്ടെങ്കിൽ അത് ഈക്വൽ ആണെന്ന് നമ്മൾ പറഞ്ഞു. വരുമാനം കൂടുന്നതനുസരിച്ച് ഇക്വാളിറ്റി എന്താണ്? ഇക്വാളിറ്റി എന്താണ്? ഇക്വാളിറ്റി തുല്യതയില്ലായ്മ കൂടി വന്നിട്ട് ഒരു പോയിന്റിൽ ഇങ്ങനെ ആവുന്നു. ഇതൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ? ഓക്കെ, നമ്മൾ ആ ഒരു കൺസെപ്റ്റിലേക്ക് തന്നെ പോവാം. ഇൻകം ഇൻഇക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയാം. ഇപ്പൊ ഇന്ത്യയിലെ ഒരു ഓക്സ്ഫാം റിപ്പോർട്ടുണ്ട്, നമുക്ക് ആവശ്യമില്ല, എന്നാലും ഞാൻ പറയുകയാണ്, ഈ കണ്ടക്സ്റ്റിൽ ഞാനത് പറയുകയാണ്. ഓക്സ്ഫാം ഒരു ഫേമസ് ജേണൽ പബ്ലിഷറാണ്. അവരുടെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ 10% ആൾക്കാരിലാണ് 80%, ഏകദേശം 80% വെൽത്ത് ഇരിക്കുന്നത്. വെറും 10% ആൾക്കാരിലാണ് ഏകദേശം 80% വെൽത്തോളം ഇരിക്കുന്നത്. എന്ന് വെച്ചാൽ പക്ക ഇൻകം ഇൻക്വാളിറ്റി ഉണ്ടെന്നുള്ളതാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ആക്വയർഡ് ആണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾ ഈ കണ്ടക്സ്റ്റിൽ ഇതാണ് ഇൻകം ഇൻഇക്വാളിറ്റി എന്നുള്ള കാര്യത്തിന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ഇൻകം ഇൻഇക്വാളിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് മെഷർ ചെയ്യാൻ നമുക്ക്, ഓക്കെ, അതിനുള്ളൊരു കാര്യമാണ് ജിനി കോഎഫിഷ്യന്റ്. ആ ജിനി എന്ന് പറയുന്ന ശാസ്ത്രം എന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. 1912 ഈ മെത്തേഡ് കൊണ്ടുവരുന്നത്. ഇത് നമ്മൾ മുന്നേ കണ്ട ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് പോലെ തന്നെ വാല്യൂ വേരീസ് ഫ്രം 0 to 1. പക്ഷെ അവിടെ എന്താണ് നമ്മൾ കണ്ട വാല്യൂ? ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്താണ് വാല്യൂ കണ്ടേ? 0 വന്നു കഴിഞ്ഞാൽ എന്താണ്? ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇല്ല. 1 വന്നാൽ പക്ക ഡെവലപ്മെന്റ് അല്ലെങ്കിൽ പ്രോപ്പർ ഡെവലപ്മെന്റ് എന്നാണ്. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ് കേട്ടോ. ജിനി കോഎഫിഷ്യന്റിൽ വാല്യൂ 0 ആണെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ഇക്വാലിറ്റി ആണ്. ഓക്കെ, വാല്യൂ 0 ആണെന്നുണ്ടെങ്കിൽ ഇക്വാലിറ്റി. നേരെ തിരിച്ച് 1 ആണെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ഇൻഇക്വാലിറ്റി. ഹൈ ജിൻ, അതായത് ഉണ്ടോ വാല്യൂ കയറി വരുന്നത് 0, 0.1, 0.5, 0.6 ഒക്കെ വരുമ്പോൾ ഇൻഇക്വാലിറ്റി കൂടി വരികയാണെന്നാണ് പറയുന്നത്. നേരെ എന്താ വെച്ചാൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ആണെങ്കിലോ ഹ്യൂമൻ ഡെവലപ്മെന്റ് കൂടുന്നതാണ് അതിനകത്തെ കൺസെപ്റ്റ്. ക്ലിയർ അല്ലേ? അതാണ് ജിനി കോഎഫിഷ്യന്റ്. ഇനി ലോറൻസ് കർവ്, അത് വേറൊരു കൺസെപ്റ്റ് ആണ് കേട്ടോ. ഈ ലോറൻസ് കർവും ജിനി കോഎഫിഷ്യന്റ് ഒരുമിച്ചുള്ള ഒരു ഗ്രാഫ് ഞാൻ കാണിക്കുന്നുണ്ട് പുറകെ. ഓക്കെ, ലോറൻസ് കർവ് എന്ന് പറഞ്ഞാൽ അതായത് എത്രത്തോളം തുല്യമായിട്ടാണോ വെൽത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതാണ്. സിമ്പിൾ, അത്രേ ഉള്ളൂ. അതായത് നിങ്ങൾ ഈ ഗ്രാഫിലേക്ക് നോക്കി, ലൈൻ ഓഫ് ഇക്വാലിറ്റി കണ്ടോ? ഇതാണ് ലൈൻ ഓഫ്, ഈ ഡോട്ടൽ ലൈൻ കണ്ടോ? ലൈൻ ഓഫ് ഇക്വാലിറ്റി. ഇനി അത് പെർഫെക്റ്റ് ഇക്വാലിറ്റി ആണ്. ഇനി ലോറൻസ് കർവ് ഉണ്ട്, ആക്ച്വൽ ഡിസ്ട്രിബ്യൂഷൻ, റിയൽ ലൈഫ് കർവ്, അത് ഇതാണ്. എന്നുവെച്ചാൽ പെർഫെക്റ്റ് ഇക്വാലിറ്റി ഇല്ല എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അതായത് ഇത് ഇച്ചിരി വളഞ്ഞാണെങ്കിൽ കൂടുതൽ ഇന്നീക്വൽ ആണെന്നാണ് അതിന്റെ അർത്ഥം. ഇത്രയാണെന്നാണെങ്കിൽ ഇക്വാലിറ്റി കുറഞ്ഞു എന്നാണ്. ഇത്രയാവുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? വീണ്ടും ഇൻഇക്വാലിറ്റി കൂടി. ഇതാണ് നമ്മുടെ ഐഡിയൽ ഈക്വാലിറ്റി കൺസെപ്റ്റ്. ഓക്കെ, അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ ജിനി കോഎഫിഷ്യന്റ് അല്ലേ, അതായത് ഏരിയ ബിറ്റ്വീൻ ഇക്വാലിറ്റി ലൈൻ ആൻഡ് ലോറൻസ് കർവ്, അതാണ് ജിനി കോഎഫിഷ്യന്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഏരിയ, ആ ഏരിയ വെച്ചിട്ടാണ് ജിനി കോഎഫിഷ്യന്റ് മെഷർ ചെയ്യുന്നത്. നമുക്ക് മെഷർമെന്റ് ഒന്നും ആവശ്യമില്ല, പക്ഷെ കൺസെപ്റ്റ് അറിഞ്ഞിരിക്കുക. അപ്പൊ ജിനി കോഎഫിഷ്യന്റിലെ ജിനി മെഷർമെന്റ് എന്താണ്? ഇൻകം ഇൻഇക്വാലിറ്റി ആണ്. ലോറൻസ് കർവ് എന്താണ്? ലോറൻസ് കർവിന്റെ ഒറിജിനൽ ലോറൻസ് കർവ് എപ്പോഴും ഐഡിയൽ കർവിന്റെ താഴെയാണ്. ഈ ഐഡിയൽ കർവും ലോറൻസ് കർവും തമ്മിലുള്ള ഗ്യാപ്പാണ് എന്ത്? ജിനി വാല്യൂ അല്ലേ? ക്ലിയർ അല്ലേ? എന്നുവെച്ചാൽ ഐഡിയൽ ആയിട്ടുള്ള ഇക്വാളിറ്റി നമ്മൾ ഒരിക്കലും അച്ചീവ് ചെയ്യുന്നില്ല, എപ്പോഴും ഒരു ഗ്യാപ്പ് കിടക്കുമെന്നാണെന്നാണ് ഈ ഗ്രാഫ് പറയുന്നത്.
നമുക്ക് ഓക്കെ. ഇനി മറ്റൊരു ഇതാണ് ഹൂവർ ഇൻഡെക്സ് അല്ലെങ്കിൽ റോബിൻ ഹുഡ് ഇൻഡെക്സ്. ആ പേര് കേട്ടപ്പോ എന്തെങ്കിലും ഒന്ന് കത്തി കാണുമല്ലോ. മറ്റൊരു ഷൂട്ട്സ് ഇൻഡെക്സ്. അപ്പൊ ഹൂവർ, റോബിൻ ഹുഡ് ഇൻഡെക്സ്, ഷൂട്ട്സ്. അത് വേറൊന്നുമല്ല, നമ്മുടെ കായംകുളം കൊച്ചെണ്ണയുടെ സെറ്റപ്പ് തന്നെ. ഉള്ള ആളുടെ കയ്യിൽ നിന്ന് എത്ര എടുത്ത് ഇല്ലാത്ത ആൾക്ക് കൊടുത്താൽ അയാളും ഇയാളും തമ്മിൽ രണ്ടുപേരും തമ്മിൽ ഈക്വൽ ആകും എന്നുള്ള കൺസെപ്റ്റാണ്. ഓക്കെ. നമ്മൾ ജിനി കോഎഫിഷ്യന്റ് പറഞ്ഞപ്പോഴത്തേക്കും എന്തായിരുന്നു പറഞ്ഞാൽ, 0 എന്തായിരുന്നു? പെർഫെക്റ്റ് ഇക്വാളിറ്റി. 1 എന്തായിരുന്നു? ഇക്വാളിറ്റി ഇല്ലായ്മ. HDA പറഞ്ഞപ്പോ എന്തായിരുന്നു? 0 എന്തായിരുന്നു? നോ ഗ്രോത്ത്. ഇതൊക്കെ റിവിഷൻ ആണ് കേട്ടോ. 1 എന്തായിരുന്നു? പക്കാ ഗ്രോത്ത് അല്ലെ. ഇവിടെ ഹൂവറിന്റെ 0 എന്താണ്? പെർഫെക്റ്റ് ഇക്വാളിറ്റി. 1 എന്താണ്? പെർഫെക്റ്റ് ഇൻഇക്വാളിറ്റി ആണ് കേട്ടോ. ഓക്കെ അല്ലെ. 0 to 1 ആണ് ഹൂവർ, 1 ഇൻഇക്വാളിറ്റി ആണ്, 0 ഇക്വാളിറ്റി ആണ്. 0 എന്ന് പറഞ്ഞാൽ തുല്യത ഇല്ലായ്മ ഇല്ല. കൺഫ്യൂഷൻ ആക്കണ്ട കേട്ടോ. ഇനി വേൾഡ് ഇൻഇക്വാലിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്ന സാധനം ഉണ്ട്. അത് വേൾഡ് ഇൻഇക്വാലിറ്റി ലാബ് എന്ന് പറയും. അത്ര റെലവന്റ് അല്ല, സ്റ്റിൽ ഓർത്തിരിക്കുക. ഫാക്ട് ആണ്, ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ. ഇൻകം ഇൻഇക്വാലിറ്റിയുടെ കൺസെപ്റ്റ്. ഇനി ഇൻകം ഇൻഇക്വാലിറ്റി എന്ന റിവിഷൻ പോവാം. ഇൻകം ഇൻഇക്വാലിറ്റി എന്താണ്? തുല്യതയില്ലായ്മയാണ്. നമ്മൾ ഓക്സ്ഫാം റിപ്പോർട്ടിനെ വെച്ച് ഞാൻ എക്സാമ്പിൾ പറഞ്ഞിരുന്നു. ജിനി കോഎഫിഷ്യന്റ് കാര്യം പറഞ്ഞു അല്ലെ. ജിനി കോഎഫിഷ്യന്റ് കാര്യം പറഞ്ഞു. പിന്നെന്താണ്? ഇൻകം ഇൻഇക്വാലിറ്റി, ലോറൻസ് കർവിന്റെ കാര്യം. ലോറൻസ് കർവും ഇൻകം ഇൻഇക്വാലിറ്റിയും തമ്മിലുള്ള റിലേഷൻ ഞാൻ പറഞ്ഞു. പിന്നെന്താണ്? പിന്നെന്താണ് പറഞ്ഞ? ഹൂവർ ഇൻഡെക്സ് പറഞ്ഞു അല്ലെ. ഹൂവർ ഇൻഡെക്സ് പറഞ്ഞു. ഹൂവർ ഇൻഡെക്സ് അല്ലെങ്കിൽ റോബിൻ ഹുഡ് ഇൻഡെക്സ് അല്ലെങ്കിൽ ഷൂട്ട്സ് ഇൻഡെക്സ്, അത് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ മറ്റൊരു കൺസെപ്റ്റിലേക്കാണ് പോകുന്നത്. അതെന്താണ്? അൺഎംപ്ലോയ്മെന്റ്. അൺഎംപ്ലോയ്മെന്റ് എന്ന് വെച്ചാൽ എന്താണ്? നമുക്കറിയാം തൊഴിലിലേക്ക് നമ്മളെ അൺഎംപ്ലോയ്മെന്റും ഇൻഫ്ലേഷൻ തമ്മിലുള്ള റിലേഷൻ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ. അൺഎംപ്ലോയ്മെന്റിനകത്ത് ഒരുപാട് കൺസെപ്റ്റുകൾ ഉണ്ട് കേട്ടോ. അൺഎംപ്ലോയ്മെന്റിനകത്തുള്ള കൺസെപ്റ്റുകൾ എന്ന് വെച്ച് കഴിഞ്ഞാല് അണ്ടർ എംപ്ലോയ്മെന്റ്, അൺഎംപ്ലോയ്മെന്റ് ട്രാപ്പ്, അൺഎംപ്ലോയ്മെന്റ് റേറ്റ്, ഇങ്ങനെ കുറച്ച് കൺസെപ്റ്റുകളുണ്ട്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, അണ്ടർ എംപ്ലോയ്മെന്റ് പേഴ്സൺസ് ആർ എംപ്ലോയ്ഡ് ബിലോ ദിയർ എഡ്യൂക്കേഷൻ ഓർ സ്കില്ല്. അതായത് ഇപ്പോ ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഒരാള് ഗ്രാജുവേറ്റ് ഇപ്പൊ ഉദാഹരണം PSC തന്നെ പറയാം. PSCയുടെ ഗ്രാജുവേറ്റ് ലെവൽ പരീക്ഷ വിളിക്കുന്നു. ഗ്രാജുവേറ്റ് ഉള്ള ഒരാൾ അപ്ലൈ ചെയ്യുന്നു, അയാളത് പാസ്സായി, അയാളെ 12th ലെവലിൽ ഒരു പരീക്ഷയ്ക്ക് കയറുന്നു. ഒരു ഉദാഹരണമാണ് കേട്ടോ. അതാണ് അണ്ടർ എംപ്ലോയ്മെന്റ്. അൺഎംപ്ലോയ്മെന്റ് ട്രാപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് ജോലിക്ക് പോകുന്നതിന് ശമ്പളം 10,000 രൂപയാണ്. ശമ്പളം 10,000 രൂപയാണെന്ന് വെച്ചോ. അയാള് ജോലിക്ക് പോകുന്ന ചെലവും വീട്ടു ചെലവും എല്ലാം കൂടെ കൂട്ടിയാൽ ഈ 10,000 രൂപ തികയാത്തൊരവസ്ഥയുണ്ടല്ലോ. അയാൾക്ക് മാസാവസാനം കൈ പൈസ ഉണ്ടാവില്ല. ഓവർ ചെലവ് നടത്തില്ല, പക്ഷെ ശമ്പളം തികയാത്തൊരവസ്ഥ. അതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഓക്കെ. ഇനി അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഉണ്ട്. അതായത് നമുക്ക് ലേബർ ഫോഴ്സ്, അതായത് എത്രത്തോളം ആൾക്കാർ വർക്കിംഗ് ആണോ അല്ലെങ്കിൽ വില്ലിംഗ് ടു വർക്കിംഗ് ആണോ, അതാണ് നമ്മുടെ ലേബർ ഫോഴ്സ്. അതില് എത്ര ആൾക്കാർ ജോലി ഇല്ലാതെ ഇരിപ്പുണ്ട് എന്ന് വെച്ചാൽ ആക്ച്വലി ജോലി ചെയ്യാൻ തയ്യാറായിട്ടുള്ളവരും ജോലി ചെയ്യുന്നവരുമായിട്ട് ജോലി ചെയ്യാതിരിക്കുന്ന ആൾക്കാരാണ്, അവരുടെ റേറ്റ് ആണ് അൺഎംപ്ലോയ്മെന്റ് റേറ്റ്. കിട്ടിയല്ലോ. ജോലി ചെയ്യാൻ വില്ലിംഗ് ആയിട്ടുള്ള പ്ലസ് ജോലി ഇല്ലാത്ത അത്ര ആൾക്കാർ കിട്ടിയല്ലോ. അതാണ് ലേബർ ഫോഴ്സ്. അതില് ഈ ജോലി ഇല്ലാത്തവരുടെ അളവാണ് അൺഎംപ്ലോയ്മെന്റ് റേറ്റ്. അപ്പൊ അണ്ടർ എംപ്ലോയ്മെന്റ്, അൺഎംപ്ലോയ്മെന്റ് ട്രാപ്പ്, നമ്മളതിന്റെ ട്രാപ്പൊക്കെ നമുക്ക് പരിചിതമായിട്ടുള്ള കാര്യമാണ് അല്ലെ.
നമ്മളൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാവും. അൺഎംപ്ലോയ്മെന്റ് റേറ്റ്, ലേബർ ഫോഴ്സ് എന്നുള്ള ടൈമൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി മെത്തേഡ്സ് ടു മെഷർ അൺഎംപ്ലോയ്മെന്റ്. ഓക്കെ, മെത്തേഡ്സ് ടു മെഷർ അൺഎംപ്ലോയ്മെന്റ് ബൈ NSO. എന്താണ് അൺഎംപ്ലോയ്മെന്റ് ഡേറ്റ ബൈ NSO ആണ്. ഈ NSO CSO നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നുണ്ടല്ലേ അല്ലേ? NSO എന്താണ്? നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് അല്ലേ? നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ്. നമ്മൾ അൺഎംപ്ലോയ്മെന്റ് മെഷർ ചെയ്യുമ്പോൾ, നമ്മൾ പോവർട്ടി മെഷർ ചെയ്യുമ്പോൾ യൂണിഫോം റിസോഴ്സ് പീരീഡ് എന്ന് പറഞ്ഞൊരു ഡേറ്റ പോയിന്റ് ഉണ്ടല്ലോ. ഇവിടെ വേറൊരു കൺസെപ്റ്റ് ആണ് യൂഷ്വൽ പ്രിൻസിപ്പൽ സ്റ്റാറ്റസ്, UPS. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ്? കഴിഞ്ഞ 6 മാസം, കഴിഞ്ഞ ഒരു വർഷത്തിൽ 6 മാസം നിങ്ങൾക്ക് ജോലി ഉണ്ടായിരുന്നോ ഇല്ലയോ? ഓക്കെ, എന്ന് വെച്ചാൽ ഒരു ലോങ് ടൈം ആണ്. കഴിഞ്ഞ ഒരു വർഷമോ അല്ലെങ്കിൽ കുറഞ്ഞത് 6 മാസമോ എങ്കിലും, കഴിഞ്ഞ ഒരു വർഷം ഫുള്ളോ അല്ല ആ ഒരു വർഷത്തിൽ കുറഞ്ഞത് 6 മാസം എങ്കിലുമോ എന്തായിരുന്നു നിങ്ങളുടെ സ്റ്റാറ്റസ് എന്നനുസരിച്ചിരിക്കും യൂഷ്വൽ പ്രിൻസിപ്പൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് അൺഎംപ്ലോയ്മെന്റ് പറയാം. എന്നാര് പറയും? NSO പറയും. NSO വന്ന വർഷം എന്തായിരുന്നു? 2019. ഫാക്ട് ആണ് കേട്ടോ. NSO വന്നത് എങ്ങനെയാണ്? CSO പ്ലസ് NSSO. ഇതൊക്കെ റിവിഷൻ പോലെയാണ് പോകുന്നത് കേട്ടോ. ക്ലിയർ അല്ലേ? ഇനി കറണ്ട് വീക്ക്ലി സ്റ്റാറ്റസ്. കറണ്ട് വീക്ക്ലി സ്റ്റാറ്റസ് എന്ന് പറയുന്ന കാര്യം എന്താണ്? whether a person was employed or unemployed during the last 7 days. വീക്ക്ലി എന്ന് പറയുമ്പോൾ നമുക്ക് കേൾക്കാം, കണ്ടില്ലേ? ലാസ്റ്റ് 7 days ആണ്. നമ്മള് മോഡിഫൈഡ് മിക്സഡ് റഫറൻസ് പീരീഡിനകത്താണ് 7 ദിവസത്തെ എഡിബിൾ ഓയിലിന്റെയും മുട്ടയുടെയും ഫിഷിന്റെയും കാര്യം പറഞ്ഞത്. എന്ന് പറഞ്ഞത് തന്നെ ഇവിടെ കറണ്ട് വീക്ക്, ഈ കഴിഞ്ഞ ആഴ്ച നിങ്ങൾ എന്ത് ചെയ്യുക? ഈ കഴിഞ്ഞ ആഴ്ച നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി ഉണ്ടായിരുന്നോ ഇല്ലയോ? മറ്റൊന്നാണ് കഴിഞ്ഞ ഒരു വർഷത്തിൽ 6 മാസം എങ്കിലും ജോലി ചെയ്തിട്ടുണ്ടോ എന്നാണ് നോക്കുന്നത്. ഇതെങ്ങനെയാണ്? കഴിഞ്ഞ ആഴ്ച, കഴിഞ്ഞ 7 ദിവസം ജോലി ഉണ്ടായിരുന്നോ ഇല്ലയോ? ഇനി അടുത്തതാണ് കുറച്ചുകൂടെ ചുരുക്കി, കറണ്ട് ഡെയിലി. കഴിഞ്ഞ 7 ദിവസത്തിൽ ഓരോ ദിവസവും എന്ത് ചെയ്യായിരുന്നു? കൺഫ്യൂഷൻ ആവണ്ട കേട്ടോ. നമ്മൾ ഒരു വർഷം 7 ദിവസം, 7 വർഷത്തിലെ ഓരോ ദിവസം, അങ്ങനെ ചുരുക്കി കൊണ്ടുവന്നു. ക്ലിയർ അല്ലേ? യൂഷ്വൽ പ്രിൻസിപ്പൽ സ്റ്റാറ്റസ് എന്തായിരുന്നു? കഴിഞ്ഞ ഒരു വർഷത്തിൽ 6 മാസമെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടോ എന്ന്. കറണ്ട് വീക്ക്ലി സ്റ്റാറ്റസ് കഴിഞ്ഞ 7 ദിവസം ജോലി ചെയ്തിട്ടുണ്ടോ എന്ന്. കറണ്ട് ഡെയിലി എന്തായിരുന്നു? കഴിഞ്ഞ 7 ദിവസത്തിൽ ഓരോ ദിവസവും എന്ത് ചെയ്തു എന്നുള്ളതാണ് ചോദ്യം. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ അൺഎംപ്ലോയ്മെന്റ് എന്താന്ന് കണ്ടു അല്ലെ? അൺഎംപ്ലോയ്മെന്റ് എന്താന്ന് കണ്ടു. അതിനകത്ത് അണ്ടർ എംപ്ലോയ്മെന്റ്, ട്രാപ്പ് റേറ്റ്, ലേബർ ഫോഴ്സ് മെഷർമെന്റ് കണ്ടു. ഇനി ടൈപ്പ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്. ടൈപ്പ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് പറഞ്ഞാൽ നമ്മൾ പലതിനും ടൈപ്പുകൾ കാണുന്നത് അല്ലെ? അൺഎംപ്ലോയ്മെന്റ് ടൈപ്പ് എന്തൊക്കെയാണ്? ഇപ്പോ നമ്മൾ ലേബർ ഫോഴ്സ് ഒരു കാറ്റഗറി ആൾക്കാരെ കണ്ടില്ലായിരുന്നോ? ജോലി ചെയ്യാൻ മനസ്സുള്ളവരും ജോലി ചെയ്യുന്നവരും കണ്ടില്ലേ? ലേബർ ഫോഴ്സ് എന്ന് പറഞ്ഞു കണ്ടില്ലേ? അപ്പൊ വോളണ്ടറി അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന കാര്യം ഈ ലേബർ ഫോഴ്സിൽ പെടുന്നില്ലാത്ത ആൾക്കാരാണ്. വോളണ്ടറി അൺഎംപ്ലോയ്മെന്റ് ആണ്. എനിക്ക് ജോലി വേണ്ട. ഈ നമ്മൾ സിനിമയിലൊക്കെ കണ്ടില്ലേ, വേർപ്പിന്റെ അസുഖ, പണിയെടുക്കാൻ വയ്യ എന്ന് പറയുന്ന ഒരു ഏർപ്പാടുണ്ടല്ലോ. എന്ന് പറയുന്ന പോലെ മനഃപൂർവ്വം പണിയെടുക്കാണ്ടിരിക്കുക. അതാണ് ചൂസ് നോട്ട് ടു വർക്ക്. പണിയുണ്ട്, പക്ഷെ പണിയെടുക്കാൻ വയ്യ, അതാണ്. പിന്നെ ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെന്റ്, മനഃപൂർവ്വമല്ല, ഗതികേട് കൊണ്ട്, കിട്ടാനിട്ടാണ്, ട്രൈ ആൻഡ് അല്ല എന്നൊക്കെയുള്ള അവസ്ഥയുണ്ടല്ലോ. കിട്ടുന്നില്ല, അപ്ലൈ ചെയ്തിട്ട് കിട്ടുന്നില്ല, ചെന്നിട്ട് തഴയുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതാണ് ഇൻവോളണ്ടറി. അപ്പൊ മനഃപൂർവ്വം ജോലി ചെയ്യാതിരിക്കുന്നത്, അപ്ലൈ ചെയ്തിട്ട് കിട്ടാത്തത്, രണ്ട് കാറ്റഗറി. ഇനി സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ്, ഇതാണ് നമുക്ക് പഠിക്കേണ്ടത്, വിശദമായിട്ട് നോക്കേണ്ട കാര്യമാണ്. വോളണ്ടറി ഇൻവോളണ്ടറി നമുക്ക് കേൾക്കാം. സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് എന്താണ്? അതായത്
പണിയുണ്ട്, പക്ഷേ വേണ്ട കഴിവില്ല. അപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് എഞ്ചിനീയറിംഗ് അല്ലെ. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ ഏറ്റവും പുതിയ പരിപാടി അനുസരിച്ച് എഐക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്, അത്രയും ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. സ്റ്റിൽ നമുക്ക് ആ ജോലിയിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് അതിനുള്ള കഴിവില്ലാത്തതുകൊണ്ടാണ്. നമ്മൾ ആ കഴിവ് ആർജിക്കാത്തതുകൊണ്ടാണ്. നമ്മൾ വളരെ ലേമാനായിട്ടിരുന്ന്, നമ്മൾ വളരെ നിസ്സാരമായിട്ടിരുന്ന് പോകും. നമ്മൾ ആ സ്കില്ല് ആർജിക്കാതെ വരുമ്പോൾ എന്താണ് നമ്മുടെ ഓപ്പർച്യൂണിറ്റി മറ്റുള്ളവരെ കൊണ്ടുപോകും. ഓക്കെ, ഉദാഹരണമാണ്, ബെസ്റ്റ് ഉദാഹരണമാണ് എ സ്കില്ല് എന്താ ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സ്ട്രക്ചറിലായിട്ട് പറഞ്ഞാൽ ജോലിയുണ്ട്, പക്ഷെ അതിനുള്ള സ്കില്ലില്ല. ആദ്യത്തെ എന്തായിരുന്നു, നമ്മള് അണ്ടർ എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞൊരു കേസ് പറയലായിരുന്നോ? സ്കില്ല് താഴെ ജോലി എന്ന് പറയുന്ന കൺസെപ്റ്റ് പറഞ്ഞില്ലേ? ഇതായിട്ട് നേരെ തിരിച്ചാണ് കേട്ടോ. ജോലിയുണ്ട് പക്ഷെ സ്കില്ലില്ല, കിട്ടിയില്ലേ? സ്ട്രക്ചറൽ ജോലിയുണ്ട്, സ്കില്ലില്ല. ഇനി ഫ്രിക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇച്ചിരി ഒരസലാണ് അല്ലെ. ചില പ്രശ്നങ്ങൾ, ചില ഒരസൽ കൊണ്ട് താൽക്കാലികമായിട്ട് ജോലി പോകുന്ന അവസ്ഥ. എന്തുകൊണ്ടാണ്? ഇപ്പൊ സ്വിച്ചിങ് ആണ്, ഒന്നിന്നും തെറിച്ചു പോകുന്നതാണ്. എന്തുകൊണ്ടാണ്? ഉരപ്പൽ കൊണ്ട്. എന്തൊക്കെ ഉരപ്പൽ കൊണ്ട്? മാർക്കറ്റിന്റെ പ്രശ്നം കൊണ്ടാവാം, ഇൻഡസ്ട്രിയുടെ പ്രശ്നം കൊണ്ടാകും. കോവിഡ് വന്ന സമയത്ത് ഇതുപോലെ തന്നെയായിരുന്നു. ഒരുപാട് പേർക്ക് ജോലി പോയി, സാമ്പത്തിക മാന്ദ്യം വരുമ്പോൾ ഒരുപാട് പേർക്ക് ആൾക്കാർ ജോലി പോകും. അപ്പൊ എല്ലാം എന്താ, അതൊക്കെ എല്ലാം ഒരു ഫ്രിക്ഷനാണ്. അങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം ഇപ്പൊ ഒരു ഫ്രിക്ഷനാണ്. ആ ഫ്രിക്ഷന് സംഭവിക്കുന്നത് എന്താണ്? ആൾക്കാർ ജോലി പോകുന്നു, പിന്നെ മറ്റൊരു ജോലി തപ്പേണ്ട അവസ്ഥ വരുന്നു. അതാണ് ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ്. സ്ട്രക്ചറിൽ എന്തായിരുന്നു? ജോലിയുണ്ട്, സ്കില്ലില്ല. ഫ്രിക്ഷണൽ എന്തായിരുന്നു? ജോലി പോകുന്നു, കയറുന്നു. ഓക്കെ. വോളണ്ടറി എന്താണ്? പണിയെടുത്ത് തിന്നാൻ വയ്യ. ഇൻവോളണ്ടറി എന്താണ്? പണിയെടുക്കണമെന്നുണ്ട്, പക്ഷെ പണി കിട്ടാനില്ല. ക്ലിയർ അല്ലേ? ഇനി ടൈപ്പ് ഓഫ് അൺഎംപ്ലോയ്മെന്റിന്റെ അടുത്ത ഘട്ടമാണ് കേട്ടോ, സൈക്ലിക്കൽ. എന്താണ് സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെന്റ്? സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മള് എക്കണോമിക് റിക്കവറിയുടെ കാര്യങ്ങൾ പറഞ്ഞില്ലേ, അങ്ങനെയുള്ള സിറ്റുവേഷൻ ഇരിക്കുമ്പോൾ, അതായത് ഒരു എക്കണോമി വി ഷേപ്ഡ് ആണെന്ന് കരുതുക, ഇവിടെ വന്നു ഒരു ഷോക്ക് കിട്ടി, ഒരു റിസഷനിലോട്ട് പോവുകയാണ്. അപ്പോ റിസഷനിലോട്ട് പോകുമ്പോൾ എന്താണ്, മാന്യമായി കമ്പനികൾക്ക് എന്ത് പറ്റി, അവർ നഷ്ടത്തിലായി. അപ്പൊ അവരെന്ത് ചെയ്യും? അവരാദ്യം, ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ എലോൺ മസ്ക്, അത് സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെന്റ് ആണെന്ന് ഞാൻ പറയില്ല, പക്ഷെ ഉദാഹരണമായിട്ട് പറയുകയാണ്. എലോൺ മസ്ക് നമ്മുടെ ട്വിറ്റർ അല്ലെങ്കിൽ ഇപ്പോഴത്തെ എക്സ് ഏറ്റെടുത്തപ്പോൾ ആദ്യം ചെയ്തു ഒരുപാട് പേരെ പിരിച്ചുവിട്ടു. ഉദാഹരണമാണ്. അതായത് അവരുദ്ദേശിക്കുന്നത് എന്താണ്, അവർക്ക് ചെലവ് കുറയ്ക്കണം. ഇത്ര ആൾക്കാർ നമുക്ക് ആവശ്യമില്ല പണിയെടുക്കാൻ. അപ്പൊ എന്ത് ചെയ്യും? ആവശ്യമില്ലാത്ത ആൾക്കാരെ എന്ത് ചെയ്യും? ഫയർ ചെയ്യും. ഉദാഹരണം പറഞ്ഞാൽ എക്കണോമിക് റിസഷന്റെ സമയമാകുമ്പോഴത്തേക്ക് ഇത് തന്നെ ചെലവ് കുറയ്ക്കാൻ വേണ്ടി എന്ത് ചെയ്യും? ആൾക്കാരെ പറഞ്ഞു വിടും. ഓക്കെ, പ്രൊഡക്ഷൻ ഡിമാൻഡ് ചെയ്യും. അപ്പൊ അതെല്ലാം അവരുടെ ജോലിയെ ബാധിക്കും, ആൾക്കാരെ പറഞ്ഞു വിടും. ഇനി സീസണൽ, ഒരു പർട്ടിക്കുലർ സീസണിൽ മാത്രം ഉണ്ടാകുന്നത്. ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ ഉത്സവ സീസൺ ആകുമ്പോൾ, വളരെ ചെറിയ ഉദാഹരണമാണ് കേട്ടോ. ഉത്സവ സീസൺ ആകുമ്പോൾ നമുക്കറിയാം, നമ്മുടെ അമ്പലപ്പറമ്പുകളിലാണെങ്കിലും പള്ളിപ്പറമ്പുകളായിക്കോട്ടെ, ഈ ഒരുപാട് കച്ചവട ആൾക്കാർ വരും. സീസൺ ആകുമ്പോൾ അവരുടെ കച്ചവടം പോകും. അപ്പൊ അതാണ് അവരുടെ തൊഴിൽ. ഇനി അതല്ലെങ്കിൽ വേറൊരു കാര്യം, കൃഷി മഴക്കാലം അല്ലെങ്കിൽ ഒരു ദുരന്ത അവസ്ഥയിൽ ഒരിക്കലും കൃഷി ചെയ്യാൻ പറ്റില്ല. അപ്പൊ എല്ലാ സീസൺ ഉണ്ട്. ഇപ്പൊ സ്ട്രോബെറി പറയുന്നൊരു സീസൺ ഉണ്ട്. അപ്പൊ അല്ലാത്തപ്പോ എല്ലാവരും അൺഎംപ്ലോയിഡ് ആണ് എന്ന് നമുക്ക് പറയാം. അതാണ് സീസണൽ അൺഎംപ്ലോയ്മെന്റ്. ഓക്കെ. ഇനി ഡിസ്ഗൈസ് അൺഎംപ്ലോയ്മെന്റ്. ഈ ഒരു ടേം വെരി 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 ഇമ്പോർട്ടന്റ് ആണ്, ഡിസ്ഗൈസ് അൺഎംപ്ലോയ്മെന്റ് കേട്ടോ. എന്താന്ന് വെച്ചാല്, ഡിസ്ഗൈസ് എന്ന് പറഞ്ഞാൽ മറഞ്ഞിരിക്കുക എന്നാണ്, അല്ലെങ്കിൽ വേഷപ്രച്ഛന്നം. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ വേഷം മാറിയിരിക്കുന്നത്, അല്ല നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത അവസ്ഥ. അത് അൺഎംപ്ലോയ്മെന്റ് എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഉദാഹരണം പറഞ്ഞാൽ ഞാൻ പറയാം. അതായത് എന്റെ കണ്ടത്തിൽ പണിയെടുക്കാൻ 100 പേരുണ്ട്. ഓക്കെ, എന്റെ കണ്ടത്തിൽ പണിയെടുക്കാനായിട്ട് 100 പേരുണ്ടെന്ന് വെച്ചു. എനിക്ക് ശരിക്കും അതിനകത്ത്
ഞാൻ ഉൾപ്പെടെ, എന്റെ കുടുംബം ഉൾപ്പെടെയാണ് പണിയെടുക്കുന്നതെന്ന് വെച്ചു. ശരിക്കും 50 പേര് മതി പണിയെടുക്കാൻ, പക്ഷെ 100 പേര് പണിയുന്നുണ്ട്. ഈ 50 പേര് കൂടുതലാണ് എന്ന് തിരിച്ചറിയാത്ത അവസ്ഥ. ഒന്നും വേണ്ട, നമ്മൾ വീട്ടിലൊരു കാര്യം ചെയ്യാണ്, ഒരു മേശ പിടിച്ച് അങ്ങോട്ട് ഇടാനായിരിക്കും. ചെറിയൊരു ഏറ്റവും സിമ്പിൾ ഉള്ളത്, ഒരു മേശ പിടിച്ച് അങ്ങോട്ട് ഇടാൻ 2 പേര് മതിയായിരിക്കും. മേശ പിടിച്ചിടാൻ പറയുമ്പോൾ വീട്ടുകാരെല്ലാം കൂടെ ഓടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, അല്ലെങ്കിൽ സഹോദരങ്ങളെല്ലാം കൂടെ ഓടി വന്ന് മേശ പിടിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ. 5-6 പേര് വന്നൊരു ചെറിയ മേശ പിടിക്കുന്ന അവസ്ഥ എങ്ങനെ ഇരിക്കും? അതാണ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് കേട്ടോ. അതായത് ആവശ്യത്തിൽ കൂടുതൽ ആൾക്കാരുണ്ട് അവിടെ, അതാണ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ്. ഇനി ക്രോണിക് അൺഎംപ്ലോയ്മെന്റ്. ക്രോണിക് എന്ന് പറയാൻ നിരന്തരമായിട്ട് ജോലി ഇല്ലാതിരിക്കുകയാണ്. അത് ഡീപ്പ് പോവർട്ടി കൊണ്ടാവാം, ബാക്ക് വെൻഡേഴ്സ്. എന്തുകൊണ്ടാണെന്നറിയോ? ഇപ്പോ നമ്മുടെ റൂറൽ ആയിട്ടുള്ള ഏരിയയിലോ അല്ലെങ്കിൽ ഉൾപ്രദേശങ്ങളിലുള്ള ആൾക്കാർക്കൊക്കെ അവർക്ക് ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നോ പുറത്തേക്ക് പോകണമെന്നോ ജോലി നേടണമെന്നോ ഒന്നുമുള്ള അവബോധമില്ലാതെ സംഭവിക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ. പോവർട്ടി കാരണം സാഹചര്യം ഇല്ലാതെ പറ്റിപ്പോവും. ബാക്ക്വേർഡ്നെസ് കാരണം എന്തൊക്കെയാണ്? വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ജോലിയെ കുറിച്ചുള്ള അവബോധം കുറയും. വിദ്യാഭ്യാസം ഇല്ലാതെ വരുന്നത് എന്തുകൊണ്ടാണ്? പോവർട്ടിയും ബാക്ക്വേർഡ്നെസ്സും കൊണ്ടാണ്. ഇനി ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ല ന്യൂട്രീഷൻ ഇല്ലെങ്കിൽ എന്ത് ജോലി ചെയ്യാൻ പറ്റാതെ വരും. അതും എന്തുകൊണ്ടാണ്? പോവർട്ടിയും ബാക്ക്വേർഡ്നെസ്സും കൊണ്ടാണ്. അപ്പൊ പോവർട്ടിയും ബാക്ക്വേർഡ്നെസ്സും കൊണ്ട് ഒന്നെങ്കിൽ വിദ്യാഭ്യാസം ഇല്ലാതെ വരുന്നു, അല്ലെങ്കിൽ ആരോഗ്യം ഇല്ലാണ്ട് വരുന്നു. അങ്ങനെ ഒരു പ്രോപ്പർ ഹ്യൂമൻ റിസോഴ്സ് അല്ലാതെ മാറുന്ന അവസ്ഥയിലും അവർക്ക് ജീവിത കാലഘട്ടത്തിൽ ജോലി ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഈ പോവർട്ടി ആൻഡ് ബാക്ക്വേർഡ്നെസ് കൊണ്ട് അല്ലെങ്കിൽ പോലും ഞാൻ ഉദാഹരണം പറയാം. നമ്മുടെ എൻഡോസൾഫാൻ ബാധിത മേഖലയിലുള്ള അത് ബാധിക്കപ്പെട്ട ആൾക്കാർക്ക് പോവർട്ടിയും ബാക്ക്വേർഡ്നെസ്സും ഉണ്ട്. അതുകൊണ്ട് തന്നെ പോവർട്ടിയും ബാക്ക്വേർഡ്നെസ് കൊണ്ട് മാത്രമാണെന്നല്ല ഞാൻ പറയുന്നത്, എങ്കിലും ഞാൻ അത് ക്രോണിക് അൺഎംപ്ലോയ്മെന്റ് ആണ്. മനസ്സിലായോ? ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. അപ്പം ക്രോണിക് അൺഎംപ്ലോയ്മെന്റ് എന്താന്ന് പറഞ്ഞു? ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ്, ഓർത്തിരിക്കുക. ആവശ്യത്തിൽ കൂടുതൽ ആൾക്കാരുള്ള അവസ്ഥയാണ്, അത് ഓർത്തിരിക്കുക കേട്ടോ. സൈക്ലിക്കൽ എന്താന്ന് പറഞ്ഞു? ഫ്രിക്ഷണൽ ഒരസൽ സംഭവിക്കുന്നു. എന്തൊക്കെ കൊണ്ട്? മാർക്കറ്റിലെ ഇൻഡസ്ട്രിയിലെ ഒരസൽ സംഭവിച്ചുകൊണ്ട് ജോലി പോകുന്നു. പിന്നെന്താണ്? സ്ട്രക്ചറൽ, ജോലിയുണ്ട് പക്ഷെ കഴിവില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. ഇൻവോളണ്ടറി, പണിയെടുക്കണം പക്ഷെ പണി കിട്ടാനല്ല. വോളണ്ടറി എന്താണ്? പണിയെടുക്കാൻ വയ്യ. ഓക്കെ, അപ്പൊ ടൈപ്പ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് നമ്മൾ കണ്ടു. ഇനി നമ്മുടെ എന്താ അൺഎംപ്ലോയ്മെന്റ് ഡേറ്റ, ഇത് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഈ ഫാക്ട്. പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ, ഇത് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ അണ്ടർ മോസ്പി അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് അതിന്റെ കീഴിലുള്ള NSO എന്ന് പറയുന്ന സ്ഥാപനമാണ് പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ നടത്തുന്നത്. ഇത് മെയില്, ഫീമെയില്, റീജിയണൽ വൈസ്, റൂറല്, അർബൻ ഒക്കെ തിരിച്ചുള്ള ലേബർ ഫോഴ്സിന്റെ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് ആനുവലി, ക്വാർട്ടർലി, മന്ത്ലി ഇത്രയും, അതായത് മാസത്തിലുണ്ട്, 3 മാസം കൂടുമ്പോണ്ട്, വർഷത്തിലുമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യം വർഷത്തിലായിരുന്നു, പിന്നീട് ക്വാർട്ടർലി, മന്ത്ലി ആക്കാൻ കാര്യം വെച്ചാൽ അതായത് മാർക്കറ്റില് എംപ്ലോയ്മെന്റ് അൺഎംപ്ലോയ്മെന്റ് ഡേറ്റയുടെ വേരിയേഷൻ പെട്ടെന്നാണ്. സ്ലോ പേസ് ആണെങ്കിൽ മാറ്റം വരുന്നതെങ്കിൽ നമുക്ക് ഇത് ഇപ്പോഴും ഇങ്ങനെ അളന്നു നോക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഇപ്പൊ നമ്മള് ഇൻഫ്ലേഷൻ ഒക്കെ അളക്കുന്നത് 3 മാസം അല്ല, CPI ഒക്കെ പറയുന്നത് മാസത്തിലാണ് നമ്മൾ പറഞ്ഞില്ല എന്ന് പറഞ്ഞ പോലെ അൺഎംപ്ലോയ്മെന്റ് എംപ്ലോയ്മെന്റ് ഡേറ്റയും നമുക്ക് എന്താണ് പെട്ടെന്ന് മാറ്റം വരുന്നതുകൊണ്ട് അളക്കേണ്ട അവസ്ഥയായി. അതാണ്. അപ്പൊ ഉദാഹരണം പറഞ്ഞാല് ഇപ്പൊ ഇന്ത്യയിലെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ജൂണിലെ കണക്കപേക്ഷിച്ച് ജൂലൈയിൽ 5.2% ആയി എന്നാണ് പറയുന്നത്. ഇതാണ് ലേറ്റസ്റ്റ് ഡേറ്റ കിടക്കുന്നത് കേട്ടോ. ഓഗസ്റ്റ് സെപ്റ്റംബറിലേക്ക് വരാനുണ്ട്.
ഡിലേ ആയിട്ടാണ് വരുന്നത്. എന്നാലും പറയാണ് ജൂണിലെ അപേക്ഷിച്ച് ജൂലൈയിൽ 5.2% ആയി. 5.6 നിന്ന് 5.2%. അപ്പം 0.4% അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കുറഞ്ഞു എന്നുള്ള ഒരു ഡേറ്റ PLFS വിട്ടിട്ടുണ്ട്. PLFS എന്താണ്? പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ ബൈ ആരാണ്? ബൈ NSO. അതെന്താണ്? എംപ്ലോയ്മെന്റ് അൺഎംപ്ലോയ്മെന്റ് മെഷർ ചെയ്യുന്നു. എപ്പോ? മന്ത്ലി, ക്വാർട്ടർലി, ആനുവലി. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മള് ഇത്രയും കാര്യങ്ങളാണ് ഇപ്പൊ നോക്കിയത്. പോവർട്ടിയുടെ കാര്യങ്ങൾ മൊത്തം ഒന്നുകൂടെ നോക്കാം. അൺഎംപ്ലോയ്മെന്റ് കാര്യങ്ങൾ. അൺഎംപ്ലോയ്മെന്റ് എന്തായിരുന്നു? അണ്ടർ എംപ്ലോയ്മെന്റ്, അൺഎംപ്ലോയ്മെന്റ് റേറ്റ്. ഓക്കെ അല്ലേ? അണ്ടർ എംപ്ലോയ്മെന്റ് എന്താണ്? സ്കില്ലിന് താഴെ വർക്ക് ചെയ്യുന്നു. ഓക്കെ, നമ്മളപ്പോ എന്താ ഇവിടെ പറഞ്ഞത്? സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് എന്താണ്? ജോലിയുണ്ട്, സ്കില്ലില്ല. അണ്ടർ എംപ്ലോയ്മെന്റ് എന്താണ്? സ്കില്ലിൽ താഴെ ജോലി ചെയ്യുന്നു. ക്ലിയർ അല്ലേ? ഇനി അൺഎംപ്ലോയ്മെന്റ് ട്രാപ്പ് എന്താണ്? അതായത് ജോലിക്ക് പോകുന്നു, ശമ്പളം കിട്ടുന്നു, പക്ഷെ ശമ്പളം തികയുന്നില്ല. അത് അനാവശ്യ ചെലവുകൊണ്ടല്ല. ഓക്കെ, അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ലേബർ ഫോഴ്സ് എന്താന്ന് പറഞ്ഞു. അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എന്താണ്? ലേബർ ഫോഴ്സിലുള്ള ആൾക്കാരില് വർക്ക് ചെയ്യുന്നില്ലാത്ത ആൾക്കാരാണ് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എന്ന് പറഞ്ഞു. പിന്നെ മെഷർ ചെയ്യുന്നത് ആരാണ്? NSO ആണ്. മെത്തേഡ് എന്ന് പറയും യൂഷ്വൽ പ്രിൻസിപ്പൾ എന്താണ്? കഴിഞ്ഞ ഒരു വർഷത്തിൽ 6 മാസമെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടോ? ലോങ് ടേം ആണ്. പിന്നെ കറണ്ട് വീക്കിലി, കഴിഞ്ഞ ഒരാഴ്ച ജോലി ചെയ്തിട്ടുണ്ടോ? ഇനി കറണ്ട് ഡെയിലി, കഴിഞ്ഞ ഒരാഴ്ചയിൽ ഓരോ ദിവസവും ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. വോളണ്ടറി, ഇൻവോളണ്ടറി, സ്ട്രക്ചർ. നമ്മൾ ഇത്രയും കാര്യങ്ങൾ നോക്കി നമുക്ക് ഒന്ന് പ്രോപ്പറായിട്ടൊരു റിവിഷൻ പോവാം. ഒന്ന് പറഞ്ഞു നിർത്താം. എക്കണോമി എന്താണ്? ടേം എന്ന് കണ്ടു, ടൈപ്പ് കണ്ടു അല്ലെ? ടൈപ്പ് മാർക്കറ്റ്, നോൺ മാർക്കറ്റ്, മിക്സഡ് എന്തൊക്കെയാന്ന് പറഞ്ഞു. മാക്രോ വലുത്, മൈക്രോ ചെറുത്, സെക്ടർ പ്രൈമറി, സെക്കൻഡറി, ടേർഷറി ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, പിന്നെ ക്വാർട്ടേർണറി, ക്വീനറി, അതിന്റെ ഒരു സമ്മറി കണ്ടു. പിന്നെന്താ? എങ്കൽ കർവാണ് അല്ലെ? വരുമാനം മാറുന്നതിനനുസരിച്ച് എന്താണ്? വരുമാനം മാറുന്നതനുസരിച്ചുള്ള ഭക്ഷണം അല്ലെങ്കിൽ ചെലവ് കൂടുന്നതിനെ കുറിച്ചാണ്. ക്വസ്റ്റനേഴ്സ് ആണ് നമ്മൾ പറഞ്ഞത്. എക്കണോമിക് ഡെവലപ്മെന്റ്, ഇൻഇക്വാലിറ്റി. അപ്പൊ നമ്മൾ ഇൻഇക്വാലിറ്റി പറയുമ്പോൾ എപ്പോഴും ക്വസ്റ്റനേഴ്സ് കർവ് ഓർത്തിരുന്നോണം കേട്ടോ. എന്താണ് പോസിറ്റീവ്, നെഗറ്റീവ് രണ്ടക്കത്ത് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ? പിന്നെ പെർഫെക്റ്റ് കോമ്പറ്റീഷനെ കുറിച്ച് പറഞ്ഞു, മോണോപോളിയെ കുറിച്ച് പറഞ്ഞു. ഓരോന്നിന്റെ എക്സാമ്പിൾ ഓർത്തിരുന്നാൽ നമുക്ക് കൺസെപ്റ്റ് കിട്ടിക്കോളും. ഓക്കെ, മോണോപോളിസ്റ്റിക് എന്ന് പറഞ്ഞു ബർഗറിന് ആരും, ഒളിഗോപോളി പറയുമ്പോൾ നാനോ കാറിന്റെ കാര്യം പറഞ്ഞു, ഡുവോപോളി പറയുമ്പോൾ നമ്മള് പെപ്സി കൊക്കക്കോളയുടെ കാര്യം പറഞ്ഞു. മോണോസോണി എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ബയ്യർ മാത്രം വരുന്ന അവസ്ഥ. അത് ഡിഫറെന്റ് കൺസെപ്റ്റ് ആണ്, ഓർത്തിരുന്നത്. ഓക്കെ, പിന്നെ ലോ ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്താണ്? വില കൂടുമ്പോ കൺസംഷൻ കുറയുന്നു, അതാണ് ലോ ഓഫ് ഡിമാൻഡ്. ലോ ഓഫ് സപ്ലൈ എന്താണ്? വില കൂടുമ്പോ എന്താണ്? സപ്ലൈ കൂട്ടും. അത് ആരുടെ സൈഡാണ്? പ്രൊഡ്യൂസറിന്റെ സൈഡാണ്. മറ്റേത് ആരുടെ സൈഡാണ്? മറ്റേത് കൺസ്യൂമറിന്റെ സൈഡാണ്. ഓക്കെ അല്ലേ? പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡുകള്, സബ്സ്റ്റിറ്റ്യൂട്ട് എന്താണ്? ഒന്ന് മറ്റൊന്നിന് മാറ്റാൻ സാധിക്കുന്നത്. ചായ, കാപ്പി, കോംപ്ലിമെന്ററിന്റെ കാര്യം പറയുന്നത് എന്താണ്? ഒന്നും മറ്റൊന്നും ഒരുമിച്ചേ പോകുള്ളൂ. എന്താണ്? പെട്രോള്, കാറ്. അപ്പൊ എന്താ സംഭവിച്ച? EVയിലേക്ക് മാറുന്നതായി നമ്മൾ പറഞ്ഞു. ടൈപ്പ് ഓഫ് ഗുഡ് എന്താണ്? ടൈപ്പ് ഓഫ് ഗുഡുകൾ അടുത്ത് എന്താണ്? നോർമൽ ഗുഡ്സ്, സാധാ കാര്യം. നമ്മൾ എങ്കൽ കർവിന്റെ കാര്യം, പൈസ കൂടുന്നതനുസരിച്ച് മേടിക്കുന്നത് കൂടുന്ന കാര്യം. ഇൻഫീരിയർ ഗുഡ് എന്താണ്? ഇൻകം കൂടുന്നതനുസരിച്ച് ചെലവ് കുറയുന്ന, ഡിമാൻഡ് ഇല്ല. ഇപ്പൊ നാളെ നമ്മള് പബ്ലിക് കമ്മ്യൂട്ടേഷൻ യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ബസ്സിൽ കയറുന്നതിന് പകരം ബൈക്കിൽ പോകുന്ന കാര്യം നമ്മൾ പറഞ്ഞു അല്ലെ? ഗിഫ്റ്റ് ആൻഡ് ഗുഡ്സ് എന്താണ്? അതായത് നമ്മൾ വില കൂടുന്നതനുസരിച്ച് അതേ സാധനത്തിന്റെ വില കുറച്ചത് കൂടിയത് മേടിക്കുന്നു. അപ്പൊ സൈഡ് ഡിഷുകളെല്ലാം കട്ട് ചെയ്യുന്ന കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. വെബിൾ ആൻഡ് ഗുഡ്സ് എന്താണ്? ലക്ഷറിയാണ്. ഐഫോണിന്റെ കാര്യം പറഞ്ഞു, റോൾസ് റോയ്സിന്റെ കാര്യം പറഞ്ഞു. പിന്നെ ഐസോ കോസ്റ്റ് എന്താണ്? ഫിക്സഡ് ബഡ്ജറ്റ് ഉണ്ട്, അതിനെ എങ്ങനെയൊക്കെ വിനിയോഗിക്കാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ഐസോ കോസ്റ്റ്. ഐസോ ക്വാണ്ട് എന്താണ്? എനിക്ക് ഇത്ര സാധനം വേണം, അത് എങ്ങനെയൊക്കെ നേടാമെന്ന് നമ്മൾ കരുതാണ്. അപ്പൊ ഫിക്സഡ് ഔട്ട്പുട്ട് ആണ് കേട്ടോ ഐസോ ക്വാണ്ട്. അതാണ് അതിന്റെ വ്യത്യാസം. ഇൻവിസിബിൾ ഹാൻഡും ലൈസോസ്ഫിയറിനുള്ള വ്യത്യാസം. രണ്ടും ആഡം സ്മിത്ത് ആണ് കൊണ്ടുവന്നത്. ആ ബുക്കിന്റെ പേരുകള് തിയറി ഓഫ് മോറൽ സെന്റിമെന്റ്സ്, വെൽത്ത് ഓഫ് നേഷൻസ് എന്നുള്ള ബുക്ക് ഓർത്തിരിക്കുക. അടുത്ത നാഷണൽ ഇൻകം എന്നുള്ള കൺസെപ്റ്റ് ആണ്. നാഷണൽ ഇൻകം എന്താണ്? നോർമൽ റെസിഡൻസ് എന്നുള്ള കൺസെപ്റ്റ് ഓർത്തിരിക്കുക. സിറ്റിസൺസ് അല്ല,
ഓക്കെ, ഫിനാൻഷ്യൽ ഇയർ ഫൈനൽ ഗുഡിന്റെ വാല്യൂ ദാദാബായ് നവറോജി വീണ്ടും വന്നിരിക്കുന്നു. പിന്നെ ഹിസ്റ്ററി എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് നമ്മൾ NSO കാര്യം നമ്മൾ വീണ്ടും വന്നിരിക്കുന്നു. ഓക്കെ, നമ്മൾ PLFS ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ അല്ലേ. പിന്നെ നാഷണൽ ഇൻകത്തിന്റെ കൺസെപ്റ്റ്, ഡൊമസ്റ്റിക് നെറ്റ് ഗ്രോസ്, പിന്നെ മാർക്കറ്റ് പ്രൈസ്, ഫാക്ടർ കോസ്റ്റ്, ഡിപ്രീസിയേഷന്, ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ്, അത് പോസിറ്റീവ് നെഗറ്റീവ് ആണ്. പോസിറ്റീവ് ആകുന്നപ്പോഴാണ് നമുക്ക് ഇങ്ങോട്ട് കൂടുതൽ കിട്ടുമ്പോൾ, നെഗറ്റീവ് ആകുന്നപ്പോഴാണ് അങ്ങോട്ട് കൂടുതൽ പോകുമ്പോൾ. ഓക്കെ, പിന്നെ ട്രാൻസ്ഫർ പേയ്മെന്റ്, അത് നാഷണൽ ഇൻകം, പേഴ്സണൽ ഇൻകം, ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ, ഇൻക്രിമെന്റൽ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ, എന്താണ് ഒരു ഔട്ട്പുട്ട് കിട്ടാൻ എത്ര ക്യാപിറ്റൽ ഇടുന്നു, കൂടുതൽ ഔട്ട്പുട്ട് കിട്ടാൻ വീണ്ടും കൂടുതൽ ക്യാപിറ്റൽ ഇടുന്നതാണ് ഇൻക്രിമെന്റൽ ക്യാപിറ്റൽ. ഓക്കെ, അത് എഫിഷ്യൻസി ആണെന്നുള്ള കാര്യം പറഞ്ഞു. സ്റ്റോക്കും ഫ്ലോ നമ്മൾ എപ്പോഴും റിവിഷൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്. ബേസ് ഇയർ എന്ന് പറയുന്ന കൺസെപ്റ്റ്, ഒരു പർട്ടിക്കുലർ ഇയറിനെ വെച്ചാണ് നമ്മൾ വീണ്ടും അളക്കുന്നത്. വെയിറ്റ് നോക്കുന്ന കാര്യം പറഞ്ഞു, ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ. GDP ഡിഫ്ലേറ്റർ, എന്തുകൊണ്ടാണ് അത് WPI-ക്കാരും CPI-ക്കാരും ബെറ്റർ ആവുന്നത്, എന്താണ് നോമിനൽ GDP, നോമിനൽ എന്ന് പറഞ്ഞാൽ ഇൻഫ്ലേഷൻ ഉള്ളത്, റിയൽ എന്ന് പറഞ്ഞാൽ ഇൻഫ്ലേഷൻ ഇല്ലാത്തത്, അതൊക്കെ നമ്മൾ എടുത്തു പറഞ്ഞിരുന്നു. പിന്നെന്താണ് പേഴ്സണൽ ഇൻകം, എന്തുകൊണ്ട് അത് നാഷണൽ ഇൻകത്തിൽ ഇല്ല എന്ന് പറഞ്ഞു. പേഴ്സണൽ ഡിസ്പോസബിൾ, ചെലവാക്കാവുന്നത് എപ്പോ നമ്മൾ നിർബന്ധമായിട്ടും കൊടുക്കുന്ന ടാക്സ്, ഫീസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൊടുത്തതിന് ശേഷം നമുക്ക് ചെലവാക്കാവുന്ന പൈസ കയ്യിൽ അവസാനം ഇരിക്കുന്നതാണ് പേഴ്സണൽ ഡിസ്പോസബിൾ ഇൻകം എന്ന് പറഞ്ഞു. നാഷണൽ ഡിസ്പോസബിൾ ഇൻകം സെയിം കൺസെപ്റ്റ്. ഗ്രോസ് നെറ്റിന്റെ കാര്യം വീണ്ടും വന്നിരിക്കുന്നു. ഇനി നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്ന വാല്യൂ അല്ലെങ്കിൽ ഒരു ഫൈനൽ പ്രൊഡക്റ്റിലേക്ക് എത്രയൊക്കെ വാല്യൂ ആഡ് ചെയ്ത് പോകുന്നത്, അത് വെച്ചിട്ടാണ് ഫൈനൽ കോസ്റ്റ് വരുന്നത്. അങ്ങനത്തെയാണ് വാല്യൂ അഡീഷൻ വരുന്നത്. അതേസമയം ഇൻകം എന്നതാണ് ഒരു ഫൈനൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന സ്റ്റേജ് വരെ എടുത്ത സർവ്വതിനെയും അതിലേക്ക് വരുമാനം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞു. പിന്നെ പ്രൊഡക്റ്റ് മെത്തേഡ് അത് പറഞ്ഞു. ഇൻകം മെത്തേഡ് ഇപ്പൊ പറഞ്ഞു. എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്താണ്, ടോട്ടൽ സ്പെൻഡിങ്, ആരൊക്കെ സ്പെൻഡ് ചെയ്യുന്നു, ഇങ്ങോട്ട് ഇറക്കിയത് മാത്രം കുറച്ചുകൊണ്ട് ബാക്കി ഉള്ളാക്കിയതിനു വേണ്ടി ചെലവാക്കിയതെല്ലാം ഉൾപ്പെടുന്നതാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് നമ്മൾ പറഞ്ഞു. പലതരത്തിലുള്ള റിക്കവറി, ഇസഡ്, അതിന് പ്രത്യേകം ഓവർ ഷൂട്ട് ചെയ്യുന്നതായിരുന്നു. വി ഷേപ്പിൽ എന്തായിരുന്നു, തിരിച്ച് നോർമൽ ആയിട്ട് തന്നെ വന്ന് പോകും. യു ഷേപ്പിൽ എന്താണ്, ഗ്രാജുവലി റിക്കവറിൻസ് ആണ്, പെട്ടെന്നൊന്നുമല്ല. പിന്നെ ഡബ്ല്യു ഷേപ്പിഡ് എന്തായിരുന്നു, ഡബ്ല്യു ഷേപ്പിഡ് കോവിഡിന്റെ 2 വേവിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഒന്ന് വന്നു, റീബൗണ്ട് ആയി, വീണ്ടും അങ്ങനെ തിരിച്ചു പോയി, വീണ്ടും റീബൗണ്ട് ആയ, അങ്ങനെ 2 വേവിന്റെ കാര്യം പറഞ്ഞു. എൽ ഷേപ്പ് എന്താണ്, ഷോക്ക് വന്നു, വീണു, പക്ഷെ റിക്കവർ ആവുന്നില്ല, അടുത്തൊന്നും റിക്കവർ ആവുന്നില്ലാത്തൊരവസ്ഥയാണ് നമ്മൾ കണ്ടു. കെ ഷേപ്പ് എന്താണ്, നമ്മൾ കണ്ടു പല സെക്ടറും പല രീതിയിൽ വീഴുന്നതും റിക്കവർ ആവുന്നതും. ഓക്കെ, അപ്പൊ നമ്മൾ IT സെക്ടറും ഷോപ്പിന്റെയും കാര്യം പറഞ്ഞു. IT സെക്ടർ ബൂം ആവുന്നതാണെങ്കിൽ ഷോപ്പുകാർ അതേപോലെ തന്നെ, അതാണ് കെ ഷേപ്പ്. ഓക്കെ, അടുത്ത കൺസെപ്റ്റ് ആയിരുന്നു ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പമാണെന്നും ഡിപ്രീസിയേഷൻ ആണ്, വില കൂടി പോകുന്നത്, അതായത് മൂല്യം നശിച്ചു പോകുന്നത്. അല്ലെങ്കിൽ $1 90 എന്ന് പറയുന്നത് $1 100 എന്ന് പറഞ്ഞാലും മൂല്യം നശിച്ചു പോകുന്നത്. $1 90 88 78 എന്ന് പറയുന്നത് അപ്രീസിയേഷൻ ആണെന്നും, നിങ്ങളുടെ കയ്യിലെ പൈസക്ക് കൂടുതൽ പൈസ കുറച്ച് സാധനം വാങ്ങിക്കുന്ന അവസ്ഥ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അത് റേറ്റ് അനുസരിച്ച് നമ്മൾ ക്രീപ്പിംഗ്, വളരെ പതിയെ എന്ന് പറഞ്ഞു. കുറച്ചുകൂടെ സ്പീഡാണെങ്കിൽ ട്രോട്ടിങ് എന്ന് പറഞ്ഞു. ഇത്തിരിയുടെ സ്പീഡാണെങ്കിൽ എന്താണ്, ഗാലോപ്പിങ്ങും ഹൈപ്പർ എന്ന് പറഞ്ഞു. ഹൈപ്പർ റിയൽ എക്സാം എന്ന് പറഞ്ഞ് ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷമുള്ള ജർമ്മനിയിലെ അവസ്ഥ നമ്മൾ പറഞ്ഞു. ഓക്കെ, പിന്നത്തെ എന്താണ്, കോസ്റ്റിനെ വെച്ച് ഡിമാൻഡ് കൂടുമ്പോൾ ഇൻഫ്ലേഷൻ കൂടും. എന്തുകൊണ്ടാണ് ഡിമാൻഡ് കൂടുന്നത്, 100 റൂമുണ്ട്, 200 ആൾക്കാരും ഉണ്ട്, അതാണ് ഡിമാൻഡ് കൂടി. ഇനി കോസ്റ്റ് എന്താണ്, 100 റൂം ഉണ്ടാക്കാൻ എടുത്ത കാശ് കൂടി. ഓക്കെ, ഇനി അതല്ലാന്നുണ്ടെങ്കിൽ വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പെട്രോളിനും ഡീസലിനും വില കൂടുമ്പോൾ സാധനം എത്തിക്കാനുള്ള വില കൂടും. അപ്പൊ എത്തിക്കുന്ന കാശ് കൊടുക്കുന്നതോടെ കൂട്ടി പച്ചക്കറിക്ക് വിൽക്കാമെന്നും നമ്മൾ അത് കൂട്ടി മേടിക്കേണ്ടി വരും. അതാണ് കോസ്റ്റ് പുഷ്. ഓക്കെ, സ്ട്രക്ചറിൽ എന്താണെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞായിരുന്നു അല്ലെ, അത് ഓർത്തിരിക്കണം കേട്ടല്ലോ. പിന്നെ ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ, ഹെഡ്ലൈൻ എന്താണ്, ഹെഡ്ലൈൻ ഹെഡിങ് ആണ്, അതിനകത്ത് എല്ലാം ഉണ്ട്. കോർ എന്താണ്, കോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും വോളറ്റൈൽ ആയിട്ടുള്ള ഫുഡും ഫ്യൂലും മാറ്റി നിർത്തുന്നു. റിഫൈൻഡ് എന്നായിട്ട് സാധനമുണ്ട്, അത് വോളറ്റൈൽ ആയിട്ടുള്ളതിൽ വീണ്ടും വോളറ്റൈൽ ആയിട്ടുള്ള വെജിറ്റബിൾ പോലുള്ള സാധനങ്ങളൊക്കെ മാറി, തക്കാളി, ഉള്ളിയൊക്കെ പറഞ്ഞു. പിന്നെ GDP ഡിഫ്ലേറ്റർ നമ്മൾ ഓൾറെഡി പറഞ്ഞു. WPI CPI എന്താണ്, WPI എന്താണ്, ഹോൾസെയിൽ കച്ചവടം, പ്രൊഡ്യൂസേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള കാര്യമാണെന്ന് പറഞ്ഞു. CPI എന്താണ്,
കൺസ്യൂമർ എൻഡ് എന്നുള്ള 2011-12 ബേസ് ഇയർ NSO ആണ്. സർവീസ് ഇല്ല, സർവീസ് ഉണ്ട് എന്നുള്ള ഡിഫറൻസ് ഓർത്തിരിക്കുക. പിന്നെ ആര് റിലീസ് ചെയ്യുന്നു ആര് എന്നുള്ളത് ഡിപ്പാണ് NSO ആണ്, ആ ഡിഫറൻസ് ഓർത്തിരുന്നോളുക. പിന്നെ ബാസ്ക്കറ്റ് നമ്മൾ കോമൺ സെൻസ് വർക്ക് ചെയ്യുന്ന കാര്യം പറഞ്ഞല്ലോ, ഹോൾസെയിൽ ആയതുകൊണ്ട് തന്നെ മാനുഫാക്ചറിങ് ആയിരിക്കും വെയിറ്റേജ് കൂടുതൽ എന്നുള്ള കോമൺ സെൻസ് വർക്ക് ചെയ്യുക. പിന്നെ CPI തന്നെ സെപ്പറേറ്റ് കാറ്റഗറി, ഇൻഡസ്ട്രിയൽ വർക്കിംഗ് ഉണ്ട്, അഗ്രികൾച്ചറൽ ലേബറിംഗ് ഉണ്ട്, റൂറൽ ലേബർ ഉണ്ട്. ഇത്രയൊക്കെ നമ്മൾ എന്തിനാണെന്നും അവരുടെ ശമ്പളം കൂട്ടുന്ന കാര്യം അങ്ങനെയുള്ള സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അതിനകത്ത് നമ്മൾ പറഞ്ഞ വ്യത്യാസം എന്തായിരുന്നു, അവരുടെ ബേസ് ഇയർ വ്യത്യാസമാണ് 86-87 ആണെന്നുള്ളത് പറഞ്ഞു ഓർത്തിരിക്കുക. IBയുടെ 2016 ഓർത്തിരിക്കുക. ഓക്കെ, പിന്നെ GDP ഡിഫ്ലേറ്റർ പിന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യം എന്തായിരുന്നു, വാല്യൂ ഈക്വൽ ടു 1 ആണെന്നുണ്ടെങ്കിൽ ഇൻഫ്ലേഷൻ ഇല്ല, ഗ്രേറ്റർ ദാൻ 1 ആവുകയാണെങ്കിൽ ഇൻഫ്ലേഷൻ ഉണ്ട് എന്നുള്ള കൺസെപ്റ്റ് ഓർത്തിരിക്കുക. ഓക്കെ, പിന്നെ ഡിമാൻഡ് കൂടുന്നതനുസരിച്ച് സപ്ലൈ കുറഞ്ഞതനുസരിച്ച് ഫിലിപ്സ് കർവ് എന്താണ്, അൺഎംപ്ലോയ്മെന്റ് ഇൻഫ്ലേഷൻ ഉള്ള റിലേഷനാണ് ഫിലിപ്സ് കർവ്. നമ്മൾ പറഞ്ഞ എന്താണ്, അൺഎംപ്ലോയ്മെന്റ് കുറയുമ്പോൾ ഇൻഫ്ലേഷൻ കൂടുന്നത് എന്താണ്, എല്ലാവർക്കും ജോലിയുണ്ട്, എല്ലാവർക്കും വരുമാനമുണ്ട്, ചെലവാകൾ കൂടുതലുണ്ട്, സോ പൈസ കൂടുതലെത്തും, അതാണ് ഇൻഫ്ലേഷൻ സംഭവിക്കുന്നത്. നമുക്ക് ഡിമാൻഡ് കൂടും. ഓക്കെ അല്ലേ, ഫിലിപ്സ് കർവ് നമ്മൾ പറഞ്ഞു. പിന്നെ ഫിസിക്കൽ മെഷേഴ്സ്, ഗവൺമെന്റ് ഫിസിക്കൽ മെഷേഴ്സ്, RBIയുടെ മോണിറ്ററി മെഷേഴ്സ് നമ്മൾ പറഞ്ഞു. എന്തൊക്കെയായിരുന്നു ഫിസിക്കൽ മെഷേഴ്സ്? എന്തൊക്കെയായിരുന്നു? ഗവൺമെന്റ് പൈസ എത്തുന്നത് കുറയ്ക്കുമോ അല്ലെ കൂട്ടുമോ, അതാണ് ഫിസിക്കൽ മെഷേഴ്സ്. അത് അൾട്ടിമേറ്റ്ലി എപ്പോഴും ഇൻഫ്ലേഷൻ കുറയ്ക്കുന്നത് എന്താ, പൈസ അവിടെ എത്തുന്നുണ്ടോ അത് കൂട്ടണോ കുറയ്ക്കണോ. ഇൻഫ്ലേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ പൈസ കുറയ്ക്കും, ഇൻഫ്ലേഷൻ ഇല്ലെന്നുണ്ടെങ്കിൽ റിക്കവറി വേണമെന്നുണ്ടെങ്കിൽ പൈസ കൂട്ടും. ഓക്കെ അല്ലേ, അത് ടാക്സ് വഴിയോ സ്പെൻഡിങ് വഴിയോ. ഫിസിക്കൽ ഡെഫിസിറ്റ് എന്നുള്ള ടൈം വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക. കാരണം അത് നമ്മൾ എക്കണോമിയിൽ ത്രൂ ഔട്ട് വീണ്ടും കണ്ട ടൈമാണ്. ഓക്കെ, പിന്നെ ബ്ലാക്ക് മണിയുടെ കാര്യം പറഞ്ഞു. മോണിറ്ററി മെഷേഴ്സ് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് RBIയുടെ. ഓക്കെ, RBIയുടെ എന്തൊക്കെയാണ് വേണ്ടത്, ക്വാണ്ടിറ്റേറ്റീവ്, പൈസ ക്വാണ്ടിറ്റി ആയിട്ട്, അത് ക്യാഷ് RBI അപ്രൂവ് ചെയ്ത സ്ഥലങ്ങളിൽ കൊണ്ടുവെക്കുന്നു. ലിക്വിഡ് ആയിട്ടുള്ള സാധനങ്ങൾ അതാത് ബാങ്കിൽ വെക്കുന്നതാണ് SLR. ബാങ്ക് റേറ്റ്, റെപ്പോ റേറ്റ്, റിവേഴ്സ് അപ്പോ റേറ്റ് എന്താണ്, അതായത് ബാങ്ക് അവരുടെ എക്സസ് ക്യാഷ് കൊണ്ട് RBI വെച്ചിട്ട് RBI ഇവർക്ക് പലിശ കൊടുക്കുന്ന കാര്യം തിരിഞ്ഞു പോകരുത്. ഓക്കെ അല്ലേ. പിന്നെ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ ആണ്, ഗവൺമെന്റിന്റെ സെക്യൂരിറ്റി എന്താണ് RBI കൈകാര്യം ചെയ്യുന്നു, വാങ്ങുവോ വിൽക്കുവോ അത് ആവശ്യാനുസരണം ചെയ്യുന്നു. ഓക്കെ, ക്വാളിറ്റേറ്റീവ് ടൂൾ എന്താണ്, അത് ഒരു ഒബ്ലിഗേഷൻ അല്ല, ലീഗൽ സാധനമല്ല, നിങ്ങൾ ചെയ്താൽ നല്ലത് എന്ന് RBI പറയുന്ന ഒരു കാര്യമാണ്. അത് എല്ലായിടത്തും അല്ല, ചില സെക്ടറിനെ ഉള്ള ചില ആൾക്കാരെയോ ചില മേഖലകളൊക്കെ സ്പെസിഫൈ ചെയ്ത് ചെയ്യുന്ന കാര്യമാണ്. ഓക്കെ അല്ലേ. പിന്നെ ഇൻഫ്ലേഷൻ ടാർഗറ്റ് ചെയ്യുന്നതിന്റെ ആവശ്യം ഞാൻ പറഞ്ഞു. നമുക്ക് ബോഡി ടെമ്പറേച്ചർ ആവശ്യമാണ് എന്ന് പറഞ്ഞാൽ മിനിമം ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ മിനിമം ഇൻഫ്ലേഷൻ എന്ന് പറയാൻ പറ്റില്ല, പ്രൈസ് മിനിമം ആവശ്യമാണ്. അതാണ് അർജിത് പട്ടേൽ കമ്മിറ്റി വന്നതിന് ശേഷം നമുക്ക് 4 ഐഡിയൽ നമ്മുടെ പനി. അതിന് +2 മൈനസ്, അതായത് 2 മുതൽ 6 വരെ വരാമെന്ന് അർജിത് പട്ടേൽ കമ്മിറ്റി നമുക്ക് റെക്കമെൻഡേഷൻ തരികയും ചെയ്തു. പിന്നെ ഇൻഫ്ലേഷൻ കുറെ കൺസെപ്റ്റ്, ഡിഫ്ലേഷൻ, അതായത് ഇൻഫ്ലേഷൻ ബലൂൺ വീർക്കുകയാണെങ്കിൽ ഡിഫ്ലേഷൻ ബലൂൺ ചുരുങ്ങുകയാണെന്ന് ഞാൻ പറഞ്ഞു. ഡിസ്ഇൻഫ്ലേഷൻ നേരെ തിരിച്ചാണ്, ബലൂൺ സ്റ്റിൽ വീർക്കുന്നുണ്ട് പക്ഷേ വീർക്കുന്നതിന്റെ സ്പീഡ് കുറഞ്ഞാണെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, സ്റ്റാഗ്നേഷൻ, അതായത് ഫ്ലോ ഇല്ലാണ്ട് വരികയും പ്ലസ് ഇൻഫ്ലേഷൻ വരുന്ന അവസ്ഥയുമാണെന്ന് പറഞ്ഞു. റിഫ്ലേഷൻ എന്താണ്, അതായത് എക്കണോമിയെ റിക്കവറിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ പൈസ ചിലവാക്കി ഇൻഫ്ലേഷൻ റിക്കവറിലേക്ക് എത്തിക്കുന്ന ഒരു അവസ്ഥയാണ്. സ്ക്യൂഫ്ലേഷൻ എന്താണ്, പലതും ചുരുങ്ങുന്നു പലതും വികസിക്കുന്നു, നമ്മൾ ഷേപ്പിൽ റിക്കവറി കണ്ടതുപോലെ. ഓക്കെ അല്ലേ. പിന്നെ എക്കണോമിക് ഗ്രോത്ത് വേഴ്സസ് ഡെവലപ്മെന്റ്. എന്താണ് ഗ്രോത്ത്, എന്താണ് ഡെവലപ്മെന്റ്? ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ക്വാണ്ടിറ്റി ആണ്, നമ്പറാണ്, GDP ആണ്. ഡെവലപ്മെന്റ് എന്താണ്, ക്വാളിറ്റി ആണ്, പീപ്പിളിന്റെ ക്വാളിറ്റി ആണ്, എങ്ങനെയാണ് ഹെൽത്ത്, എഡ്യൂക്കേഷൻ അങ്ങനെയുള്ള മേഖലകൾ വഴി. ഓക്കെ, അത് ലോങ് ടൈം ആണ്. എന്ത് ഡെവലപ്മെന്റ്, എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ലോങ് ടൈം ആണെന്നുള്ളത് ഓർത്തിരിക്കുക. പിന്നെ ഇൻക്ലൂസീവിന്റെ കാര്യം പറഞ്ഞു. ഇൻക്ലൂസീവ് എന്താണ്, എല്ലാവരെയും ഉൾപ്പെടുത്തുന്ന കാര്യം, എല്ലാവരെയും, ഇക്വാളിറ്റി എന്ന് പറയുന്ന കാര്യം, പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ, ജൻധൻ യോജന അക്കൗണ്ട് ഒക്കെ ഓർത്തിരിക്കുക. ഓക്കെ, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് പറഞ്ഞു. എന്തായിരുന്നു അത്? UNDP ആണ്, 1965 ആണ്, ന്യൂയോർക്ക് ആണ്, 1990 മുതലാണ്. ഓക്കെ, അതിന്റെ വാല്യൂന്റെ കാര്യം ഓർക്കുക. 0 to 1 എന്താണ്, 0 ആണെന്നുണ്ടെങ്കിൽ എന്താണ്, 0 ആണെന്നുണ്ടെങ്കിൽ എന്താണ്, അതായത് ഡെവലപ്മെന്റ് ഇല്ല എന്നാണ്. 1 ആണെന്നുണ്ടെങ്കിൽ ഹൈ ഡെവലപ്മെന്റ് ആണ്. 1 അച്ചീവ് ചെയ്ത ഒരു രാജ്യങ്ങളില്ല, പക്ഷെ ക്ലോസ് ടു ഉണ്ട്. ഓക്കെ, നമ്മൾ അതുപോലെ തന്നെ ലൈഫ് ലോങ് ആൻഡ് ഹെൽത്തി ലൈഫ് ആണോ,
വിദ്യാഭ്യാസം ഉണ്ടോ, ജീവിത സാഹചര്യം എങ്ങനെയാണ്, ഇത് മൂന്നും നോക്കിയിട്ടാണ്. അപ്പൊ ഇന്ത്യ മീഡിയം ഹ്യൂമൻ ഡെവലപ്മെന്റ് കാറ്റഗറിയിലാണ് വരുന്നതെന്ന് പറഞ്ഞു. 130ാമത്തെ റാങ്ക് ആണെന്ന് പറഞ്ഞു. 133 30 ഇംപ്രൂവ്മെന്റ് ആയി. ഉടനെ തന്നെ ഹൈ ഡെവലപ്മെന്റിലോട്ട് കയറും. ഓക്കെ, നൈബേഴ്സിന്റെ കാര്യങ്ങളുണ്ട്. ബംഗ്ലാദേശ് ഒപ്പമാണെന്ന് പറഞ്ഞ് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് നമ്മൾ പറഞ്ഞു. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സൊല്യൂഷൻസ് ആണെന്ന്. ഭൂട്ടാന്റെ കാര്യം പറഞ്ഞു. ഇന്ത്യയുടെ റാങ്ക് പറഞ്ഞു. എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്കാൻഡിനേവിയൻ കൺട്രീസ് ഉണ്ടാവും എന്നുള്ള ഒരു കോമൺ സെൻസ് ഇവിടെ വർക്കാണ് കേട്ടോ. ഇനി ഹാപ്പിനെസ് ഡേ മാർച്ച് 20 പറഞ്ഞു. പോവർട്ടിയുടെ കാര്യം പറഞ്ഞു. കൺസെപ്റ്റ് പറഞ്ഞു. ആരാണ് ഡേറ്റ വിടുന്നത്? വേൾഡ് ബാങ്ക് റിപ്പോർട്ട്, പോവർട്ടി ആൻഡ് ഷെയർഡ് പ്രോസ്പെക്റ്റീവ് റിപ്പോർട്ട്. ഓക്കെ അല്ലേ? ഇതിപ്പോ നമ്മൾ പറഞ്ഞിട്ടധികം നേരമായാലും അതുകൊണ്ട് അത് പ്രൊവിഷൻ പോകണമെന്നുണ്ടോ? അബ്സല്യൂട്ട് പോവർട്ടി എന്താണ്? പോവർട്ടി ലൈൻ $3. അതിലേക്ക് എത്തുന്ന അതിന് താഴെ എത്ര പേരുടെ ഹെഡ് കൗണ്ട്, അതിലേക്കുള്ള ഗ്യാപ്പ്, പോവർട്ടി ഗ്യാപ്പ് ഒരു പർട്ടിക്കുലർ റീജിയൻ ആണെങ്കിൽ സ്ക്വയേർഡ് പോവർട്ടി, പല മെത്തേഡ്, URP, MRP, MMRP ഉണ്ട്. സിറ്റുവേഷണൽ പോവർട്ടി, ജനറേഷണൽ പോവർട്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞത് ഓർത്തിരിക്കുക. എക്കണോമിക് ഡെവലപ്മെന്റ് വെച്ചിട്ട് വീണ്ടും എസ്റ്റിമേഷൻ. അതിനകത്ത് കമ്മിറ്റീസ് ഓർത്തിരിക്കുക. ദണ്ഡേകർ, നീലകാന്ത്, ലക്കഡ്വാല. അത് കാലറിയുടെ സ്പ്ലിറ്റ് വരുന്നു. എന്താണ് പിന്നെ MRP, URP എന്നുള്ള മാറ്റം വരുന്നു. പിന്നെന്താണ് രംഗരാജൻ കമ്മിറ്റി വന്നപ്പോൾ എന്താണ് റൂറൽ അർബൻ റീജിയനിൽ സെപ്പറേറ്റ് പോവർട്ടി ലൈൻ കൊണ്ടുവന്ന് 32-47 രൂപ വ്യത്യാസം കൊണ്ടുവന്നും. അമർത്യ സെന്റെ കേപ്പബിലിറ്റി അപ്രോച്ച് നമ്മൾ കണ്ടു. പിന്നെന്താണ് ഇൻകം ഇൻഇക്വാലിറ്റിയുടെ കൺസെപ്റ്റ് ലാസ്റ്റ് ആയിട്ട് നമ്മളിപ്പോൾ കണ്ടു. പിന്നെ അതിനുശേഷം എന്താണ് ജിനി കോഎഫിഷ്യന്റ്, ലോറൻസ് കർവ്, ഐഡിയൽ ലോറൻസ് കർവ് എന്താണ്, ജിനി കോഎഫിഷ്യന്റ് എന്താണ്, ഓക്കെ, അൺഎംപ്ലോയ്മെന്റും കണ്ടു. ഓക്കെ, അങ്ങനെ നമ്മൾ എക്കണോമിയുടെ ഒരു മേജർ പോർഷൻ ഇന്ന് കണ്ടിരിക്കുകയാണ്. അത്യാവശ്യം എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കെ, അപ്പോ താങ്ക് യു.